ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. ഞാൻ ഇന്ന് വന്നത് നാളെ ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും കുടുംബത്തിനും ഒക്കെ ക്രിസ്മസ് ആശംസകൾ അറിയിക്കാനും കൂടിയാണ് ഈ വ്ളോഗുമായി വന്നത്. ക്രിസ്മസിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ ഒരു ആഘോഷമാണ് നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇത് ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ഒരു സുദിനം കൂടിയാണ്. അപ്പോൾ ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് കരോൾസൊക്കെ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ് ഈ ക്രിസ്മസ് കരോൾ. അത് കേൾക്കാൻ തന്നെ ഭയങ്കരമായ ഒരു സന്തോഷമാണല്ലേ. നമ്മൾ എത്ര വിഷമിച്ചിരുന്നാലും ഈ ക്രിസ്മസ് കരോളൊക്കെ വരുമ്പോൾ നമ്മളെ മനസ്സ് അറിയാതെ സന്തോഷിക്കാറുണ്ട്. അപ്പോൾ ഈ റെഡ് കളറിലെ ഡ്രസ്സ് ഇട്ട് റെഡ് കളറിലുള്ള തൊപ്പിയൊക്കെ വെച്ച് നമ്മുടെ സാന്താക്ലോസ് അകമ്പടിയോടുകൂടിയാണല്ലോ നമ്മുടെ ക്രിസ്മസ് കരോൾസൊക്കെ നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ സാന്താക്ലോസ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള കഥകളും അദ്ദേഹത്തിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. സാന്താക്ലോസിൻ്റെ ജനനം എന്ന് പറയുന്നത് നമ്മുടെ തുർക്കിയിലാണെന്ന് പറയപ്പെടുന്നു. തുർക്കിയിൽ അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള ജനസേവനകരമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു വന്നിരുന്നത്. ഏത് ആളാണോ സഹായത്തിന് ആവശ്യപ്പെടുന്നത് അവരെ സഹായിച്ചിരുന്നു എന്ന് മാത്രമല്ല, സാന്താക്ലോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം സഹായിക്കുന്ന ആൾക്കാരെ പിന്നീട് അദ്ദേഹം സഹായിക്കുന്ന ആൾക്കാരാരാണോ അവരറിയാതെയാണ് അവർക്ക് ആ സഹായം ചെയ്യാൻ അദ്ദേഹം കൂടുതലായി ആഗ്രഹിച്ചിരുന്നത്. അല്ലാതെ ഒരു സഹായം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് മറ്റുള്ളവർ പറഞ്ഞു നടക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ നന്ദി സൂചകമായി നന്ദി അറിയിക്കാൻ ആൾക്കാർ വരുന്നതോ ഒന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മൾ എന്താണോ ഒരാളെ സഹായിക്കുന്നത് അത് ദൈവവും നമ്മളും മാത്രം അറിഞ്ഞാൽ മതി, മറ്റൊരാൾ അത് അറിയേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിരുന്ന ഒരു മഹത്തായ സന്ദേശമാണ് സാന്താക്ലോസ് നമുക്ക് തരുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ആരെങ്കിലും ഒരാളെ സഹായിച്ചാൽ അതൊരു 10 പേരോട് വിളിച്ചു പറയുന്ന പലരും, ഞാൻ ഉൾപ്പെടെയുള്ള പലരും നമുക്കിടയിലുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു മഹത് വചനം, ദൈവത്തിൻ്റെ ഒരു മഹത് വചനമാണ് സാന്താക്ലോസ് നമുക്ക് നൽകുന്നത്, ഒരു സന്ദേശം. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ആ പിക്സുകളിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഒരു സന്തോഷം വന്ന് നിറയുന്നുണ്ടല്ലേ. അപ്പോൾ സാന്താക്ലോസിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് സെയിൻറ്റ് നിക്കോളാസ് എന്നായിരുന്നു. സെയിൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു സന്യാസം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് തുല്യം. അതായത് മതത്തിനെ വളരെ ഈശ്വരഭക്തി, അതായത് മതം എന്നുള്ളതിലുപരി എല്ലാ മതസ്ഥരെയും അദ്ദേഹം സഹായിച്ചിരുന്നു. ഇവിടെ മതം നമ്മൾ പറയാൻ പാടില്ല, എല്ലാ മതസ്ഥരെയും അദ്ദേഹം സഹായിച്ചിരുന്നു എന്ന് മാത്രമല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കടുത്ത ഈശ്വര വിശ്വാസിയായിരുന്നു. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ തള്ളി നീക്കിയത്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പിന്നെ തുർക്കിയിൽ ഓൾറെഡി സെയിൻറ്റ് നിക്കോളാസ് വളരെയധികം പ്രശസ്തനായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് പോയത് ജെറുസലേമിലേക്കാണ്. അവിടെ ഒരു കുട്ടിയെ, ദരിദ്ര കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാനുള്ള ധനം അവർക്ക് നൽകി ആ കുടുംബത്തിനെ രക്ഷിച്ചു എന്നും പറയപ്പെടുന്നു. അങ്ങനെ കുറേശ്ശെ ജെറുസലേമിലും അദ്ദേഹം പ്രശസ്തി ആർജിച്ചു. പിന്നീട് അമേരിക്കയിലുള്ളവരും അങ്ങനെയുള്ളവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നെത്തുകയായിരുന്നു. അതുപോലെ തന്നെ സാന്താക്ലോസ് എന്നുള്ള ആ പേരിൽ നിന്നാണ് പിന്നീട് അത് സാന്താക്ലോസായി മാറിയത് എന്നും പറയപ്പെടുന്നു. കഥകളും ഒക്കെ എന്തു തന്നെ ആയാലും അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സന്ദേശം വളരെ വലുതാണല്ലേ. അപ്പോൾ ഒരു കുട്ടി ഒരു ദിവസം മുഴുവൻ വളരെ നല്ല രീതിയിലൊക്കെ ബിഹേവ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സാന്താക്ലോസ് തീർച്ചയായും ആ കുട്ടിക്ക് സമ്മാനം നൽകും എന്നായിരുന്നു മറ്റൊരു വിശ്വാസം. അപ്പോൾ സാന്താക്ലോസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മരപ്പണി ചെയ്ത് അതിൽ പാവകളും മറ്റ് കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സൊക്കെ ഉണ്ടാക്കി ഓരോ വീടുകളിലും രാത്രികാലങ്ങളിൽ ചിമ്മിനി വഴി, അതായത് വീടിൻ്റെ മേൽക്കൂര വഴി താഴേക്കിടുമായിരുന്നു.
അത്തരത്തിൽ അദ്ദേഹം ഇട്ട് കഴിഞ്ഞു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഹിമവാഹനം പുറത്തിറക്കി. അതിൽ റെയിൻഡിയേഴ്സ് ആണല്ലോ അദ്ദേഹത്തിൻ്റെ, കലമാനുകളാണല്ലോ അദ്ദേഹത്തിൻ്റെ ഈ വാഹനം വലിച്ചു കൊണ്ടുപോകുന്നത്. കടുത്ത മഞ്ഞിൽ കൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ട് പോകുമ്പോൾ ഒരിടത്ത് വന്നപ്പോൾ ഈ വാഹനം സ്റ്റക്കായി പോയി. അതുപോലെ ഈ റെയിൻഡിയേഴ്സിൻ്റെ കാലുകൾ മഞ്ഞിൽ നിന്ന് എടുക്കാൻ കഴിയാതെ അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയും ആ മാലാഖ ഈ റെയിൻഡിയേഴ്സിന് സാന്താക്ലോസിനോട് പറയുന്നു, നീ വളരെ വിശുദ്ധനായ ഒരു വ്യക്തിയാണ്, എല്ലാവരെയും സഹായിക്കുന്നത്, നിന്നെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ വേറൊരു വളരെ എളുപ്പത്തിൽ ആൾക്കാരിലേക്ക് എത്താൻ കഴിയുന്ന മഞ്ഞിൽ കൂടെ സഞ്ചരിക്കാതെ ഈ റെയിൻഡിയേഴ്സിന് ഞാൻ ചിറകുകൾ നൽകാമെന്ന് പറഞ്ഞ് ചിറകുകൾ കൊടുക്കുന്നു. അപ്പോൾ തന്നെ അവിടെ വേറെ 4 ചെറിയ മാലാഖകൾക്ക് സമമായ 4 പേര് അവിടെ വരുന്നു. അവർ കളിപ്പാട്ടങ്ങൾ, തീരാതെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി നൽകാമെന്ന പ്രോമിസും സാന്താക്ലോസിന് കൊടുക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഈ ഹിമവാഹനത്തിൽ പറന്നുയർന്ന് എല്ലാ കുട്ടികളിലേക്കും ആവശ്യക്കാരിലേക്കും ഒക്കെ കളിപ്പാട്ടങ്ങളും തന്നാൽ കഴിയുന്ന സഹായങ്ങളുമായി എത്തി എന്ന് കഥ പറയുന്നു. കഥ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്? ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് കാരോൾ, അതുപോലെ ദൈവത്തിനോടുള്ള പ്രാർത്ഥന അല്ലേ? എൻ്റെ മോളും ഡിസംബർ 25-നാണ്, ഞാൻ മുന്നേ ഒരു ബ്ലോഗിൽ പറഞ്ഞു, ഡിസംബർ 25-നാണ് എൻ്റെ മോളുടെ ബർത്ത്ഡേ. അപ്പോൾ ദൈവം നമുക്ക് തന്ന ഒരു വലിയ ഒരു ധനമാണല്ലേ നമ്മുടെ മക്കളെന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതുപോലുള്ള ഒരു വിശുദ്ധ ദിവസം ജനിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സന്തോഷമായി എത്തുക എന്നുള്ളത് ആരെ സംബന്ധിച്ചും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും അത് മറ്റുള്ളവരിലേക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ സഹായങ്ങൾ, നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ എത്തിക്കണമെന്നും ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാ ഫ്രണ്ട്സിനും അവരുടെ കുടുംബത്തിനും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആരോഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും 1000 ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ അടുത്ത വ്ലോഗിലൂടെ വീണ്ടും കാണാം കേട്ടോ.